നേപ്പാളിൽ വെച്ച് നടന്ന ഒന്നാമത് സൗത്ത് ഏഷ്യൻ ഗോൾ ഷോട്ട് ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഉജ്ജ്വല പ്രകടനവുമായി ഇന്ത്യയെ പ്രതിനിധീകരിച്ച മുണ്ടക്കയം ADR സ്വദേശി അഭിജിത്ത് സന്തോഷ് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ ആതിഥേയരായ നേപ്പാളിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം ചൂടിയത്. വിവിധ ഏഷ്യൻ രാജ്യങ്ങൾ പങ്കെടുത്ത ചാമ്പ്യൻഷിപ്പിൽ അഭിജിത്തിന്റെ മികച്ച പ്രകടനം ഇന്ത്യയുടെ വിജയത്തിൽ നിർണായകമായി. ആദ്യം ഫുട്ബോൾ താരമാകാൻ മോഹിച്ചായിരുന്നു അഭിജിത്ത് JJ മർഫി സ്കൂളിലെ കായിക മൈതാനത്തെത്തിയത്. എന്നാൽ അവിടെ പരിശീലകനായി എത്തിയ അലൻ J മാത്യുവിന്റെ മാർഗനിർദ്ദേശമാണ് അഭിജിത്തിന്റെ കായിക ജീവിതത്തിൽ വഴിത്തിരിവായത്. ഹാൻഡ്ബോളിന്റെ വേഗതയും തന്ത്രങ്ങളും സ്വായത്തമാക്കിയ അഭിജിത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് മികച്ച ഒരു ഗോൾ ഷോട്ട് ബോൾ താരമായി വളരുകയായിരുന്നു. പഞ്ചാബിൽ നടന്ന കടുത്ത സെലക്ഷൻ ട്രയൽസിലൂടെയാണ് അഭിജിത്ത് ഇന്ത്യൻ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. തുടർന്ന് ഹരിയാനയിലെ ഭിവാനിയിൽ നടന്ന തീവ്ര പരിശീലന ക്യാമ്പും താരത്തിന്റെ കരുത്തുകൂട്ടി. മത്സരത്തിൽ 7 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമാണ് മാറ്റുരച്ചത്. ഡിസംബർ 16 മുതൽ 19 വരെ നേപ്പാളിൽ വെച്ച് നടന്ന ഫസ്റ്റ് സൗത്ത് ഏഷ്യൻ ഇന്റർനാഷണൽ ഗോൾ ഷോട്ട് ബോൾ ചാമ്പ്യൻഷിപ്പിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റി. അത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് ഈ സമയത്ത് കാണുകയാണ്. അത് പങ്കെടുക്കാൻ പറ്റുകയും ഏതാണ്ട് 7 രാജ്യങ്ങളെടുത്ത് മത്സരത്തിനുണ്ടായിരുന്നു. അവരൊക്കെ ആയിട്ട് മത്സരിച്ച് അവസാനം ഫൈനല് നേപ്പാളുമായിട്ടാണ് മത്സരം ഉണ്ടായിരുന്നത്. ആ മത്സരം ഇന്ത്യക്ക് ജയിക്കാൻ സാധിക്കുകയും സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കുകയും സാധിച്ചു. അഭിമാനം തോന്നുന്നുണ്ട് ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ സാധിച്ചതിൽ. പിന്നെ ഇപ്പം ഇതിൻ്റെ ക്യാമ്പും കോച്ചിങ്ങും ഒക്കെ ഹരിയാനയിലൊക്കെ ആയിരുന്നു. ഹരിയാന ഭിവാനിയിലായിരുന്നു ക്യാമ്പ്. ഇന്ത്യൻ ടീമിൻ്റെ ക്യാമ്പ് ഭിവാനിയിലായിരുന്നു. കേരളത്തിൽ നിന്നും ബോയ്സ് ടീമിൽ ഞാനും പിന്നെ ഗേൾസ് ടീമിൽ അൽഫോൺസ ഈ സ്കൂളിലെ തന്നെ വിദ്യാർത്ഥിയാണ്. അങ്ങനെ മെഡൽ കരസ്ഥമാക്കാൻ സാധിച്ചു. പിന്നെ സ്കൂൾ സമയത്ത് 8ാം ക്ലാസ് ആ സമയം മുതലാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അവിടെ JJ മർഫി സ്കൂളിൽ തന്നെ അലൻ സാറിൻ്റെ ശിക്ഷണത്തിലാണ് പ്രാക്ടീസ് ചെയ്ത് വന്നത്. ആദ്യം ഇതുപോലെ ഫുട്ബോളിലേക്ക് ഇറങ്ങി, പിന്നെ ഹാൻഡ്ബോളിലോട്ട് മാറി. അങ്ങനെ നിരവധി സംസ്ഥാന മത്സരങ്ങളും ജില്ലാ മത്സരങ്ങൾ, ദേശീയ മത്സരങ്ങൾ, അങ്ങനെ ഇപ്പം അവസാനം ഇന്ത്യക്ക് വേണ്ടിയും കളിക്കാൻ സാധിച്ചു. 7 രാജ്യങ്ങൾ എടുത്തുണ്ടായിരുന്നു. പാകിസ്ഥാൻ ഉൾപ്പെടെ പാകിസ്ഥാൻ, ഭൂട്ടാൻ, മാൽദീവ്സ്, ശ്രീലങ്ക, നേപ്പാൾ. ഇതിനിപ്പം മുമ്പ് ഒക്ടോബറിൽ രാജസ്ഥാനിൽ വെച്ച് നടന്ന സ്പെഷ്യൽ ഒളിമ്പിക്സ് ഭാരതിൽ സിൽവർ മെഡൽ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഈ കഴിഞ്ഞ ജൂനിയർ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം ഉണ്ടായിരുന്നു. മൂന്നാം പൊസിഷൻ ഉണ്ടായിരുന്നു. അപ്പം ഫൈനലി ഇപ്പം ഇന്ത്യക്ക് വേണ്ടി കളിച്ച് സ്വർണ്ണ മെഡലും നേടാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് പുറകിൽ കുറേ പേരുടെ പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഈ സമയത്ത് നന്ദിയും ഒക്കെ അറിയിക്കുകയാണ്. ഫുട്ബോളിലും ക്രിക്കറ്റിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളെ ഹാൻഡ്ബോളിലേക്കും ഗോൾ ഷോട്ട് ബോളിലേക്കും വഴിതിരിച്ചുവിട്ടത് പരിശീലകനായ അലൻ J മാത്യുവാണ്. JJ മർഫി സ്കൂളിൽ അദ്ദേഹം നൽകിയ ശാസ്ത്രീയമായ പരിശീലനം ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മികച്ച ഫലങ്ങൾ നൽകി തുടങ്ങിയിരുന്നു. അലൻ J മാത്യുവിന്റെ കീഴിൽ പരിശീലനം നേടിയ വിദ്യാർത്ഥികൾ സ്കൂൾ തലത്തിൽ ഒതുങ്ങാതെ സ്റ്റേറ്റ് ലെവൽ മത്സരങ്ങളിൽ വലിയ വിജയങ്ങൾ കൊയ്തു. ഇന്ന് അവർ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന നിലയിലേക്ക് വളർന്നിരിക്കുന്നു. സ്കൂളിൽ നിന്ന് 32 കുട്ടികൾ സ്റ്റേറ്റ് ലെവലിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് അലൻ J മാത്യു പറഞ്ഞു. നമ്മൾ 2013 ഞാൻ ഈ സ്കൂളിൽ ADR മർഫി സ്കൂളിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ആ വർഷം നമുക്കറിയാം ഇവിടെ ഫുട്ബോളും ക്രിക്കറ്റും ആയിരുന്നു ഏറ്റവും അധികം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. 2013 8ാം ക്ലാസ്സിൽ വന്ന കുട്ടികൾക്ക് ഹാൻഡ്ബോൾ പരിശീലനം തുടങ്ങിയാണ് മർഫി സ്കൂൾ ആദ്യമായിട്ട് ഇവിടേക്ക് ഹാൻഡ്ബോൾ പരിശീലനം തുടങ്ങുന്നത്. അതിനുശേഷം 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അവർ +2 ലെവലിലേക്ക് വന്നപ്പോൾ സ്റ്റേറ്റ് ലെവലിലേക്ക് എക്കത്തക്ക രീതിയിലുള്ള പെർഫോമൻസ് നമ്മുടെ സ്കൂളിലുണ്ടായി. സ്റ്റേറ്റിലൊക്കെ മാക്സിമം പൊസിഷനൊന്നും വരാറില്ലായിരുന്നു. എല്ലാ കൊല്ലവും ഒരു സ്റ്റേറ്റിലൊരു 2-3 കുട്ടികൾ പങ്കെടുക്കുമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതിനുശേഷമാണ് കൊറോണ വന്നു. കൊറോണയ്ക്ക് ശേഷമാണ് ഇപ്പം അഭിജിത്തിൻ്റെയൊക്കെ ബാച്ച് ആ വർഷമാണ്. ഇപ്പോൾ അവരുടെ കൃത്യമായിട്ട് കോച്ചിങ് കൊടുത്തു. ആ ഫസ്റ്റ് ബാച്ചിൽ തന്നെ അവർക്ക് അതിൻ്റെ പെർഫോമൻസ് കിട്ടി തുടങ്ങി. പിന്നെ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ആദ്യമായിട്ടാണ് ഒരു കുട്ടി. കഴിഞ്ഞ കൊല്ലം എനിക്ക് 2 കുട്ടികൾ ഇൻ്റർനാഷണൽ ഉണ്ടായിരുന്നു. ബീച്ച് ഹാൻഡ്ബോളിലേക്ക് മാലിദ്വീപ്സിൽ വെച്ച് നടന്ന ബീച്ച് ഹാൻഡ്ബോളിൽ പങ്കെടുക്കാൻ നകുൽ എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ അഭിജിത്ത് കഴിഞ്ഞ പറഞ്ഞ സ്പെഷ്യൽ ഒളിമ്പിക്സ് ഉണ്ടായിരുന്നു. അതിൽ വെള്ളി മെഡൽ നേടി. ഇപ്രാവശ്യം ഇപ്പോൾ അടുത്ത് നടന്ന നേപ്പാളിൽ വെച്ച് നടന്ന ഗോൾ ഷോട്ട് ബോൾ അത് സെയിം ഹാൻഡ്ബോൾ തന്നെയാണ്. ഹാൻഡ്ബോളിൻ്റെ വേറൊരു പേരാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഹാൻഡ്ബോളിൻ്റെ ഇച്ചിരി റൂൾസ് വ്യത്യാസമുണ്ടെന്നുള്ളത്. അപ്പം അതിൽ നമ്മുടെ +1 പഠിക്കുന്ന അൽഫോൺസയ്ക്കും അതുപോലെ തന്നെ അഭിജിത്ത് ഇപ്പം 12 കഴിഞ്ഞ് പോയതാണ്. സെൻറ്റ് മേരീസിലാണ് പഠിക്കുന്നത്, കോളേജിൽ, കോട്ടയം മണർകാട്.
അവനും ഗോൾഡ് മെഡൽ നേടിയിട്ടുണ്ട്. അങ്ങനെ 2 കുട്ടികൾക്ക് ഈ വർഷം ഗോൾഡ് മെഡൽ കിട്ടി. എല്ലാ കൊല്ലവും നമുക്ക് സ്റ്റേറ്റിൽ ഹാൻഡ് ബോളിൽ ഇപ്പം ഒരു 32ഓളം കുട്ടികൾ സ്റ്റേറ്റ് ലെവലിൽ എല്ലാ ഐറ്റത്തിലും പങ്കെടുക്കുന്നുണ്ട്. അപ്പം ഇപ്രാവശ്യം സ്റ്റേറ്റിലെ അസോസിയേഷനിലെ മത്സരത്തിൽ നമുക്ക് ഗേൾസിന് 1ാം സ്ഥാനവും ബോയ്സിന് 3ാം സ്ഥാനവും ലഭിക്കുകയുണ്ടായി. അത്യാവശ്യം കുഴപ്പമില്ലാതെ ഹാൻഡ് ബോളിന് പെർഫോമൻസ് വരുന്നുണ്ട്. ഇപ്പം പഴയ പോലെ ഫുട്ബോളിന് അത്രയും പിള്ളേർ പെർഫോമൻസ് വരുന്നില്ല. എല്ലാവരും കളിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അധ്വാനിക്കാൻ എല്ലാവർക്കും മടിയാണ്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. സ്വർണ്ണ മെഡലുകൾക്ക് പുറമെ കായിക ലോകത്ത് മികച്ച ട്രാക്ക് റെക്കോർഡാണ് അഭിജിത്തിന് ഉള്ളത്. സ്പെഷ്യൽ ഒളിമ്പിക്സ്, ഭാരത് യൂണിഫൈഡ് നാഷണൽ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയിട്ടുണ്ട്. 3 തവണ ദേശീയ തലത്തിൽ മത്സരിച്ചു. 11 തവണ സംസ്ഥാന ചാമ്പ്യൻഷിപ്പുകളിൽ പങ്കെടുക്കുകയും 2 തവണ വെങ്കല മെഡലുകൾ നേടുകയും ചെയ്തിട്ടുണ്ട്. മണർകാട് സെന്റ് മേരീസ് കോളേജിലെ 1ാം വർഷ ബികോം വിദ്യാർത്ഥിയാണ് അഭിജിത്ത്. പഠനത്തോടൊപ്പം കായിക സ്വപ്നങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുമായി ഏന്തിയാർ ലക്ഷ്മി നിവാസിൽ അച്ഛൻ സന്തോഷും അമ്മ ഇന്ദുവും സഹോദരൻ ആദർശും കൂടെയുണ്ട്.